ഫെമിനിസം എന്ന് പറയുമ്പോൾ നമുക്കിന്നിപ്പോൾ ഭയങ്കര തമാശയാണ്. ഞാനിപ്പോൾ എന്തേ കണ്ടിട്ട് വന്നുള്ളൂ, അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി, ആ ചേച്ചി ഇങ്ങനെ ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റെ കണ്ടാൽ ചൂടെടുത്ത് അടിക്കുന്നു. കാരണം ദീപകിൻ്റെ വിഷയം എന്തായിരുന്നു നമ്മുടെ കസബ സിനിമയുടെ സമയത്തൊക്കെ, കസബ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു സിനിമയിൽ അങ്ങനെയൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒബ്ജക്ടിഫൈ ചെയ്തതിന് ക്വസ്റ്റ്യൻ ചെയ്ത ആളെടുത്ത് വെച്ചൊരു സിനിമയാണ് കേട്ടോ. എൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. അന്ന് ആ ഒരു സ്ത്രീ, എനിക്ക് തോന്നുന്നു പാർവതി തിരുവോത്തിനെ കൊണ്ട് യു സെയ്റ്റ് എന്ന വേദിയിലിരുന്ന് പറഞ്ഞതായിരുന്നു ഈ ഗീതു മോഹൻദാസ്. ഈ ദീപകിൻ്റെ വിഷയം നോക്കൂ, ഇവിടെ പൊളിറ്റിക്സും അതൊന്നുമില്ല, അതെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നു. ഈവൻ ദാറ്റ് ലേഡി, അവർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അതും കൂടെ സംസാരിക്കണം. പൊതുപ്രവർത്തകയായിരുന്നു അല്ലേ? ശരിക്കും പൊതുപ്രവർത്തക എന്ന് പറയുമ്പോൾ തന്നെയാണ് അവർ ചെയ്ത ക്രൈമിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബിക്കോസ് അവർ സൊസൈറ്റിക്ക് റോൾ മോഡൽ ആവേണ്ടതാണ് ഓരോ പൊതുപ്രവർത്തകയും. അവർ കാണിച്ച് ആലോചിച്ച് നോക്കൂ. എനിക്ക് നീതി വേണമെങ്കിൽ ഇറങ്ങേണ്ട ഞാനാണ്, അല്ല കണ്ട സ്ത്രീപക്ഷവാദികളോ മറ്റൊരോ അല്ല. വെൽക്കം ടു കൗമുദി മൂവീസ്. വളരെയധികം വിഷമം നിറഞ്ഞൊരു വാർത്തയാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ബസ്സിൽ വെച്ചുണ്ടായ ദുരനുഭവം കാരണം ആത്മഹത്യ ചെയ്ത ദീപക് വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ചേരുന്നു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് ടീച്ചറായിട്ടുള്ള അഞ്ജു പാർവതി പ്രഭേഷ്. നമസ്കാരം മാം. നമസ്കാരം. അപ്പോൾ വളരെയധികം ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് മാമിന് അതിനെപ്പറ്റി പറയാനുള്ളത്? നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ ഇപ്പം അടുത്ത കാലത്താണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെങ്കിലും ആക്ച്വലി ഈ പുരുഷന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള സമയം ശരിക്കും പറഞ്ഞാൽ അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് വേണ്ടി വന്നു നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ. കാരണം മീഡിയാസ് ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ ഒരു ഇതായിക്കോട്ടെ, ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, ഒക്കെ ആണെങ്കിലും ഇങ്ങനൊരു ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവം വേണ്ടി വന്നപ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ടോപ്പിക് തന്നെ സംസാരിക്കേണ്ടി വന്നതല്ലേ. അത് വല്ലാത്തൊരു വിഷമമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ആദ്യം അതിനെക്കുറിച്ച് രാഹുൽ ഈശ്വറൊക്കെ പറയുമ്പം ഒരുപാട് ട്രോളിയിട്ടുണ്ട് ഞാനൊക്കെ. കാരണം അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. കാരണം മറ്റു ചില വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇവരെന്താ കാണിച്ചു കൂട്ടണം എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഓഫ് കോഴ്സ് ഇവിടെ അങ്ങനെ ജെൻഡർ നോക്കാൻ പാടില്ല. ക്രൈം വരുമ്പം, ഓരോ പ്രശ്നങ്ങൾ വരുമ്പം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ക്രൈമിൻ്റെ രീതിയിൽ തന്നെ അഡ്രസ്സ് ചെയ്യണം അല്ലേ. അല്ലാതെ സ്ത്രീ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രൈം അല്ലാതെ ആവുന്നില്ല, അല്ലെങ്കിൽ പുരുഷൻ ചെയ്യുമ്പോൾ മാത്രം ഹൈലൈറ്റ്. പക്ഷേ സങ്കടകരമായിട്ടുള്ളൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പുരുഷനെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, എല്ലാവരും എസ്പെഷ്യലി സോഷ്യൽ മീഡിയ അങ്ങ് എല്ലാവരും സോഷ്യൽ ജഡ്ജ്മെൻറ്റ് ചെയ്യും. നമ്മളൊക്കെ സൊസൈറ്റി തന്നെ അങ്ങ് ജഡ്ജ്മെൻ്റ് എടുക്കുവാണ്. പിന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് വിചാരണ നടത്തുവാണ് അല്ലെ. സ്മാർത്ത വിചാരണ എന്നൊക്കെ പറയും പണ്ടത്തെ കാലത്തിൽ. അതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണും. പക്ഷേ അയാൾ തെറ്റ് ചെയ്തോ ഇല്ലെന്നൊന്നുമല്ല, മീഡിയാസ് ആണെങ്കിലോ മയക്കും കൊണ്ട് ആളുടെ പിന്നാലെ. മാത്രമല്ല എനിക്ക് വളരെ ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഈ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുക. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയണതിന് മുമ്പ് ഒരു ആരോപണം വന്നാൽ, ഞാനതാ പറയുന്നത്, ഒരു ആരോപണം വന്നാൽ മാത്രം ഉടനെ തന്നെ നമ്മളങ്ങ് വാളെടുക്കുവാണ് അല്ലേ. അയാളത് ചെയ്തിട്ടുണ്ട്, ഒപ്പം അയാളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യും. അയാളുടെ വകയിലത്തെ കുഞ്ഞമ്മയുടെ അഡ്രസ്സ് വരെ വേണമെങ്കിൽ കാണാം. നേരെ മറിച്ച് സ്ത്രീ ആകുമ്പം അവിടെ ബ്ലർ ചെയ്തിട്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സിസ്റ്റം, ആ ഒരു നെറുകെട്ട സിസ്റ്റത്തിനെതിരെയൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ട ഒരുപാട് മുന്നേ പ്രതികരിക്കേണ്ടിയിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ അത് ചെയ്തില്ല. ഇപ്പോൾ ഈ ഒരു സൊസൈറ്റി കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ദീപകിൻ്റെ ഒരു വിഷയം വരേണ്ടി വന്നു എന്നുള്ളതാണ്. അതിന് മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ എന്താ പറയുക, റേറ്റിംഗ്, റീച്ച്, ഇത് തന്നെ എന്താ പറയുക, നമ്മളൊക്കെ എപ്പോഴും തോന്നിയിട്ടുണ്ട് മീഡിയാസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഒരു മാധ്യമ ധർമ്മം ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ പിന്നീട് അത് റീച്ച്, കേവലം ലൈക്ക്, ഷെയർ, അതിൽ നിന്ന് വരുമാനം, റവന്യൂ, അത് മാത്രമായി കഴിഞ്ഞപ്പം എംപത്തി സൊസൈറ്റിയിൽ നിന്ന് പോയി. എല്ലാവരിൽ നിന്നും ഒഴുകിപ്പോയൊരു സംഭവം എന്ന് പറഞ്ഞാൽ എംപത്തിയാണ്. ജെൻഡർ, നമുക്ക് തുല്യത വേണം, ഇല്ലയെന്നൊന്നും പറയുന്നില്ല, തുല്യത വേണം. ആ തുല്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ശബരിമലയിൽ കയറാനുള്ളൊരു തുല്യത, അങ്ങനെ ആ ഒരു ഇവിടെ അങ്ങനെയാണ്. ചില കാര്യങ്ങൾക്ക് തുല്യത, ബാക്കി കാര്യങ്ങളിലൊക്കെ എന്താണ്, ബാക്കി കാര്യങ്ങൾ വരുമ്പോഴേക്കും വിമൻ കാർഡ് എടുക്കുക. സ്ത്രീക്ക് എല്ലാത്തിനും തുല്യത വേണം, പക്ഷെ ബാക്കി കാര്യങ്ങൾ പ്രശ്നം വന്നു കഴിയുമ്പം സ്ത്രീയുടെ ഒരു ആയുധം വിമൻ കാർഡ് തന്നെ മുന്നിലെടുത്തിട്ട് രക്ഷപ്പെടാനുള്ള പ്രവണത. അപ്പം അതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടത്. ഇപ്പോൾ ഈ വീഡിയോയിലാണെങ്കിൽ പോലും നമുക്ക് വിസിബിളാണ്. അതായത് എനിക്കാണെങ്കിൽ ആ വീഡിയോ കണ്ടപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ചെന്ന് നിൽക്കുന്ന പോലത്തെ ഒരു പ്രവണതയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് അയാൾ അങ്ങ് തിരിഞ്ഞ് നിൽക്കുവാണ്, അല്ലെങ്കിൽ ബാഗും ഹോൾഡ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അതിൽ കാണുന്നത്. ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു അക്രമം ചെയ്യുന്നതിന് മുന്നേ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ വേറൊരു പെൺകുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ബസ്സിൽ വെച്ചുള്ള ഒരു ഇൻസിഡന്റ് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. തീർച്ചയായും. എന്താണ് അപ്പോഴേ ഇതൊരു നിയന്ത്രണം വരേണ്ട ഒരു കാര്യം തന്നെ ആയിരുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത് അഞ്ജു.
ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞു ഈ ദീപകിൻ്റെ ഒരു വിഷയം വന്നു, അതിന് തൊട്ട് മുന്നേ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. പക്ഷെ അപ്പോൾ പോലും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. പക്ഷെ അവരത് മുഖം ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആളെ അറിയാവുന്നവർക്ക് മാത്രം. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്തായിരുന്നു, മൊത്തത്തിൽ മോബ് ലീഞ്ചിങ്ങിന് ആ വ്യക്തിനെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ദീപകിൻ്റെ ഇതിൽ ഷിംചിത അല്ലേ. അപ്പോൾ എനിക്ക് ഷിംചിത എന്നൊന്നുമല്ല, ഷീസ് എ വ്യൂമൻ വൾച്ചർ, അങ്ങനെ കഴുകനാണ്. കൊത്തി മനുഷ്യരെ അങ്ങോട്ട് കൊത്തി പച്ചമാംസം തിന്നാൻ വേണ്ടി ഇട്ട് കൊടുക്കുമായിരുന്നു അല്ലേ. അപ്പോൾ അതിന് മുന്നേ പക്ഷെ ഞാനത് ചോദിക്കുന്നത്, ഇതൊക്കെ ഓൾ ഓഫ് എ സഡൻ ഉണ്ടായ ഒരു സംഭവമൊന്നും അല്ല. നമ്മൾ അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ സൊസൈറ്റിക്ക്, മീഡിയാസിന്, യൂട്യൂബേഴ്സിന് എല്ലാവർക്കും, ഈവൻ ഞാനും അഞ്ചും അടങ്ങുന്ന എല്ലാവർക്കും അതിന് റോളുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് റിവീൽ ബാക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. എന്താണ് എന്തെങ്കിലും കാര്യമാത്രം സംഭവങ്ങൾ, വലിയ പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ വി ആർ ജസ്റ്റ് കീപ്പിംഗ് മിണ്ടാതിരിക്കും. എന്നാൽ ഇത്തരം എന്താ പറയുക, ആരെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണ് കുറച്ച് ഞാൻ പറയാം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി വൈറലാവാൻ വേണ്ടിയിട്ടുള്ളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും വേണ്ട. ഇപ്പം നമുക്കറിയാം എന്താ പറയുക, മാസ്റ്റർബേഷൻ പോസ്റ്റ് ഇട്ടിട്ട് വൈറലായ ഒരു കുട്ടിയുണ്ട് അല്ലേ. പുള്ളിക്കാരത്തെയൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ സ്വയം പ്രഖ്യാപിത നിലപാട്, അതായത് സ്ത്രീപക്ഷത്തിൻ്റെ വാദം. ആരാണ് അവരൊക്കെ അങ്ങനെ ആക്കിയെടുത്തത്? ബിക്കോസ് നമ്മൾ തന്നെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ വേണം. ഇറ്റ് ഡസൻ മീൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് യു ഹാവ് ടു ഡു ലൈക്ക് ദിസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണിച്ചിട്ട് നമ്മൾ പിന്നാലെ ഓടിയപ്പം തന്നെ ഇവിടുത്തെ യൂട്യൂബേഴ്സ് തൊട്ട് മീഡിയാസ് മുഴുവൻ പുള്ളിക്കാരത്തിന് ഇൻ്റർവ്യൂസ്. അപ്പോൾ ഇത് എങ്ങനെ ഒരു സംസ്കാരം വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഒരു വലിയൊരു സംഭവമാണ് കേട്ടോ. നമ്മളടുത്ത് ഇങ്ങനെ വൈറലാവാൻ വേണ്ടി എന്ത് വൃത്തികേടും ചെയ്ത് കഴിഞ്ഞാൽ വൈറലാവാൻ പറ്റും. ഇപ്പോൾ ഈ കേസിനെ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും ഈ ഷിംജിതേനെ സപ്പോർട്ട് ചെയ്യും എന്നൊരു ശ്രീലക്ഷ്മി സപ്പോർട്ടിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ അഞ്ജു പറഞ്ഞു വരുന്നത്, ആ ഒരു പ്രോസസ്സാണ്. ബിക്കോസ് വൈ, എന്തുകൊണ്ടായിരിക്കാം ഷിംജിതയ്ക്ക് ഈ ഒരു ധൈര്യം ഉണ്ടായത്? ബിക്കോസ് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് നാളത്തെ സെലിബ്രിറ്റി ആവാൻ പറ്റും. ബിക്കോസ് ഇതിന് മുന്നിൽ ആ ഒരു എക്സാമ്പിൾസ് ഉണ്ട്. ബിക്കോസ് സൊസൈറ്റി അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ ബിഗ് ബോസിലേക്ക് പോവുക. ഇങ്ങനെയൊക്കെ അവനവൻ്റെ, അതായത് ഇവിടുത്തെ സ്ത്രീപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയായിട്ടുള്ള ഇരട്ടത്താപ്പാണ്. ഇതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഓരോന്നൊക്കെ എഴുതുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കും ഞാൻ എന്താ സ്ത്രീ വിരോധിയാണോ എന്ന്. ഒരു സ്ത്രീ വിരോധിയിൽ എനിക്ക് കൃത്യമായിട്ട് സ്ത്രീപക്ഷമുണ്ട്. ഇറ്റ് ഡസൻ മീൻ സ്ത്രീപക്ഷമുണ്ട് എന്ന് പറഞ്ഞ് പുരുഷവിരോധി ആവണം നല്ല സ്ത്രീപക്ഷം. ഇവിടെ അതാ നടക്കണം. എന്താ സംഭവം, ഒരു 1.5 ഡസൻ കാമുകന്മാർ കാണും. ഈ കാമുകന്മാർ തെച്ചിട്ട് പോയേണ്ട വൈരാഗ്യം ഉണ്ടാവും. അത് വെച്ചിട്ട് കാണുന്ന പുരുഷന്മാരെല്ലാം പ്രശ്നക്കാരാണ്. ഇവിടുത്തെ സ്ത്രീപക്ഷം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. സത്യം പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ സ്ത്രീപക്ഷവാദികളുടെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള, സൊസൈറ്റിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ? വണ്ടിപ്പെരിയാർ പോലൊക്കെ വലിയ വലിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. കൊച്ചു കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. അതിനെതിരെ ഞാൻ ഇന്ന് വരെ ഒരു സ്ത്രീപക്ഷ മൂവ്മെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടോ? അഞ്ചു കണ്ടിട്ടുണ്ടോ അതിനെതിരെ ആരെങ്കിലും? പക്ഷെ ഇവിടെ എങ്ങനെയാണ്, ഏതെങ്കിലും സ്ത്രീയുടെ ഭർത്താവ് അയാളൊരു കോഴിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ട്രോമയാണ്. ആ ട്രോമ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഭയങ്കര ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ത്രീപക്ഷവാദം. അപ്പോൾ ഇത്തരം ഫേക്കായിട്ടുള്ള സ്ത്രീപക്ഷം, സ്യൂഡോ ഫെമിനിസം, ആക്ച്വലി ഇറ്റ്സ് കില്ലിങ് ദ റിയൽ ഫെമിനിസം. ഇപ്പം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ദീപക് വിഷയത്തിൽ എന്തായിരിക്കും ഇനി അടുത്ത ഒരു സംഭവം? അതായത് ഈ പുള്ളിക്കാരി പുറത്തേക്ക് പോയിന്ന് മുൻകൂർ ജാമ്യം എടുത്താണ് നിൽക്കുന്നതെന്നുള്ള ഒരു ന്യൂസ് ആണ് വരുന്നത്. ഇനി ഇതിൽ എന്താണ് പോസിബിലിറ്റീസ് വരാനുള്ളത്? കേരളീയ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയ മാജിക് ഒന്നും കാണുന്നില്ല. ഫോർ എക്സാമ്പിൾ നവീൻ ബാബുവിൻ്റെ ഇൻസിഡൻറ്റ് ഉണ്ട്. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിലേക്ക് സെയിം ഇതാണ്. ഇവിടെ എന്താ അതും ഇതുപോലെ ആയിരുന്നു. അദ്ദേഹം നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അഞ്ചു? നമ്മളിപ്പോൾ പറയുന്നുണ്ട് ആത്മഹത്യ പാപമാണ്, ചെയ്യേണ്ടിയിരുന്നില്ല. പക്ഷെ പുരുഷന്മാർ, ഈ 2 പുരുഷന്മാർ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ തന്നെ പറയാം, ഈ നവീൻ ബാബു ആയിക്കോട്ടെ, നമ്മൾ ആത്മഹത്യ ചെയ്ത ദീപക് ആയിക്കോട്ടെ, അവർ ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു ടോക്കൻ ഉണ്ടാവും. നമ്മളെന്തായിരിക്കും, നമ്മളൊരു പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് ആ കാബാലികൻ ബസ്സിൻ്റെ അകത്ത് കാട്ടിക്കൂട്ടിയ അതിൻ്റെ രീതിയിലല്ലേ നമ്മൾ സംസാരിക്കൂ. ഓഫ് കോഴ്സ് മരണപ്പെടേണ്ടി വന്നു അവർക്ക്. നമ്മളിപ്പോൾ സംസാരിക്കാൻ വേണ്ടി തന്നെ ഒരു വിഷയം ഉണ്ടായത് എന്താണ്, ആക്ച്വലി ഒരു രക്തസാക്ഷി ആവേണ്ടി വന്നു. ഇത് തന്നെയല്ലേ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ പുള്ളിക്കാരൻ അഴിമതി ചെയ്തില്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി വീരൻ എന്നുള്ള പട്ടം ഈ മീഡിയാസ് പ്ലസ് നമ്മുടെ സിസ്റ്റം ചാർത്തി കൊടുക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതാണ്. അപ്പോൾ എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ നവീൻ ബാബുവിന് നീതി കിട്ടിയോ? ഇല്ല. ഇതാണ് നമ്മുടെ പഴച്ചുപോയ വ്യവസ്ഥിതി എന്ന് പറയേണ്ടി വരും. ഇതൊക്കെ നമ്മൾ സംസാരിച്ച് പോകണം. കേവലം സ്ത്രീപക്ഷമല്ല. ഇപ്പോൾ നോക്കൂ, നമുക്കറിയാം ഒരു മെയിൽ കിട്ടിക്കഴിഞ്ഞിട്ട് അത് നമ്മുടെ രാഷ്ട്രീയ വിരോധം വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നമാണ്. രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ വേട്ടയാടാനായിട്ട് നമ്മുടെ മീഡിയാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം തന്നെ ആയിക്കോട്ടെ ഇരിക്കും. നമുക്ക് വിഷയം വരാം. ഇപ്പോൾ പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ അറസ്റ്റിലാണ്. ഒരിക്കലും ആളെ ന്യായീകരിക്കണമെന്നല്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള പൊസിഷനിലിരുന്നിട്ട് ഒരിക്കലും ഒരു മാതൃക അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മാതൃകയായിട്ടുള്ള കാര്യമൊന്നുമല്ല പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ബട്ട് അവിടെയും ഒരു പ്രശ്നമുണ്ട്. അവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് സംസാരിക്കും പറയണം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധം, കൺസെക്ഷൽ സെക്സ്, അത് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം റേപ്പ്. ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ്
അതിജീവിതമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിജീവിതം എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഇതായിക്കോട്ടെ ഈ ഒരു പീഡനം അല്ലെങ്കിൽ റേപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള വാക്കിന് ആഴവും പഴപ്പമുണ്ട്. അത് യഥാർത്ഥത്തിൽ അനുഭവിച്ചതെന്ന് പറയുമ്പം സൂര്യനെല്ലിയിലെ കുട്ടികളുണ്ടാവും. ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു 14 വയസ്സുള്ള. അതിൽ എന്താണ് എനിക്ക് സംഭവിക്കണമെന്ന് പോലും അറിയാതെ ട്രാപ്പിലായി പോയിട്ടുള്ളത്. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇരകൾ. അല്ലാതെ എന്താ പറയുക, എനിക്കൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം, എസ്പെഷ്യലി വെൻ ഐ എം ഹാവിങ് ഹസ്ബൻഡ്, എനിക്ക് ഒരാളോട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് ഹസ്ബൻഡ് അറിയാതെ ഒരു സൈഡ് ബിസിനസ് പോലെ മേ ബി സീയിങ് ഹിസ് പൊസിഷൻ, മണി ആവാം, എന്തെങ്കിലും ആവാം, എന്നിട്ട് ഞാനൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറേ നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇറ്റ്സ് നോട്ട് പീഡനം. അതെങ്ങനെയാണ് പീഡനമാവുക? 2 പേർക്കും തമ്മിലുള്ളൊരു നമ്മൾ പറയുമല്ലോ അഡ്ജസ്റ്റ്മെൻ്റ് ആണത്. 2 പേർക്ക് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അങ്ങനെ റിലേഷൻഷിപ്പ് കുറേ നാൾ കഴിയുമ്പോഴേക്കും ബ്രേക്കപ്പ് ആവുന്നു. ഉടനെ വലിയ വായിൽ വിളിച്ചു കരഞ്ഞ്. അതാണോ അതിജീവിത? അതെങ്ങനെ അതിജീവിതമാരാവും? അപ്പോൾ ഇത്തരം ഫേക്ക് അതിജീവിതമാർ നമ്മുടെ സൊസൈറ്റിയിൽ വന്നു കഴിയുമ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു സിസ്റ്റം വന്നു കഴിയുമ്പം ശരിക്കും ഇരകളായിട്ടുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പ്രിവിലേജ് ഇല്ലാത്ത കുട്ടികളായിക്കോട്ടെ, ഇരകളായിട്ടുള്ള അങ്ങനത്തെ സ്ത്രീകൾക്ക് സൊസൈറ്റി ഇനി വില കൊടുക്കില്ല. ബിക്കോസ് എല്ലാം നമ്മളൊരു സംശയത്തിൻ്റെ നിഴലിലൂടെ കാണും. ആ രീതിയിലേക്കാണ് സൊസൈറ്റിയുടെ പോക്ക്. ശരിക്കും ഇതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, ചോദ്യം ചെയ്യേണ്ടത്. ബിക്കോസ് ഇവിടെ ഒരു അജണ്ട ഉണ്ട്. എനിക്കൊന്നൊരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലൊരു ബസ് ഇഷ്യൂ ഉണ്ടായിരുന്നു. മസ്താനി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് സവാദ് എന്ന് പറയുന്ന ഒരു ആളിൽ നിന്നും. ആ പുള്ളി ആ ഒരു ഇഷ്യൂവിന് ശേഷം ഇറങ്ങിയതിന് ശേഷം ഒരു മെൻസ് കമ്മീഷൻ, ആ രീതിയിൽ അതൊക്കെ നല്ലൊരു കാര്യമാണ്. കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ അതൊരു കറക്റ്റ് പോയിന്റ്, ഒരു കറക്റ്റ് ടൈമിലായിരുന്നില്ല. അത് പുരുഷ കമ്മീഷൻ ആൾക്കാർക്ക് തന്നെ ഒരു, ഞാൻ പറഞ്ഞില്ല, അതാ പറഞ്ഞത്, ഇപ്പം നമുക്ക് ഞാൻ ഇപ്പം സംസാരിച്ചതേ ഉള്ളൂ. ഫെമിനിസം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഭയങ്കര തമാശയാണ്. ഞാനിപ്പോൾ കണ്ടിട്ട് വന്നേ ഉള്ളൂ. അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി, ആ ചേച്ചി ഇങ്ങനെ ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റിനെ കണ്ടാൽ ചൂലെടുത്ത് അടിക്കുന്നു. കാരണം ദീപകിൻ്റെ വിഷയം ഫെമിനിസം, അതാ ഞാൻ പറഞ്ഞത്, ഈ ഫെമിനിസം എന്നുള്ള വാക്ക് പോലും മാനിപ്പുലേറ്റഡ് ആക്കി കളഞ്ഞു. സ്യൂഡോ ഫെമിനിസ്റ്റ്. ഇറ്റ്സ് ജസ്റ്റ് ഹാപ്പൻഡ്. പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആവശ്യം വേണ്ട ഒരു സംഗതിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അതൊരു കോമഡി ആയി പോയെന്നറിയോ? ഈ സവാദ് വിഷയം വന്നപ്പം ആക്ച്വലി വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട് ഐ ഡോണ്ട് നോ, അത് അന്ന് ബസ്സിലുണ്ടായെന്ന് പറയുന്നു, മാസ്റ്റർബേറ്റ് ചെയ്തു. രണ്ടാമത് വീണ്ടും പുള്ളിക്കാരനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആദ്യത്തത് ഇപ്പം മസ്താനിയെ നമ്മൾ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞു തന്നെ വെച്ചോ. പക്ഷെ അപ്പോഴും മെൻസ് കമ്മീഷൻ ചെന്നിട്ട് പൂമാലയിട്ട്, ആക്ച്വലി അതൊന്നും ഒരു സൊസൈറ്റിക്ക് ആശാസ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. അത് പൂമാലയിട്ട് സ്വീകരിക്കുന്നു. ഇറ്റ്സ് ഷോയിങ് എ റോങ് മെസ്സേജ്. അതുകൊണ്ടാണ് അന്ന് ഈ പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയായി മാറിയത് അല്ലേ? അതുകൊണ്ട് അന്നൊക്കെ ഞാനൊക്കെ ശരിക്കും എനിക്ക് ആ ഒരു പുരുഷ കമ്മീഷൻ, അവർക്ക് ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കാം. പക്ഷെ അത് ഇങ്ങനത്തെ കോമാളിത്തരം കാണിച്ചിട്ടല്ല ചെയ്യേണ്ടത്. നമ്മളിപ്പോഴത്തെ ഈ ഒരു റീസെൻറ്റ് ഇഷ്യൂവിൽ തന്നെ, ഇപ്പം ദീപകിൻ്റെ ഇഷ്യൂ വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇന്നലെ ഒരു വളരെ ടോക്സിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരു പയ്യൻ പറഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ? ആ വീഡിയോ എടുക്കുന്ന പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ റേപ്പ് ആ ഒരു രീതിയിലായി. അപ്പോൾ എന്താ പറ്റുക? ഇങ്ങനെ പ്രശ്നങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞ, ഒരു നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് വന്ന് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പം ആരെങ്കിലും ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങൾ പറയുകയോ ആ സംസാരം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അന്തസത്ത അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതിൻ്റെ ഒരു മൂല്യത്തിനെ ഇല്ലാതാക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീപക്ഷം ഭയങ്കരമായിരുന്നു. സുഗതകുമാരി ടീച്ചറിൻ്റെ ഒക്കെ സമയത്ത് ഇവിടെ അഭയ സെറ്റ് ചെയ്ത് നമ്മളൊക്കെ പോയിട്ടുള്ളതാണ്. എത്രയോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉണ്ട്. തൃശ്ശൂർ ബേസ്ഡ് ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് സ്ത്രീകളുടെ പ്രിവിലേജ്, എന്താ പറയുക, ആരും നോക്കാനില്ലാത്ത സ്ത്രീകൾക്ക് അന്തസ്സായിട്ട് ജീവിക്കാനുള്ളൊരു തൊഴിൽ മാർഗം നേടിക്കൊടുക്കുക. ഞങ്ങളുണ്ട്. ജസ്റ്റ് ഒരു ഷോൾഡർ അല്ലേ, ഒരു ഷോൾഡർ ടു ലീൻ, അങ്ങനെ അങ്ങനെ ആയിരുന്നു ശരിക്കും സ്ത്രീപക്ഷം. അവിടെ നിന്ന് മാറി പിന്നീട് സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീപക്ഷത്തിന് വേറെ രീതിയായി. സ്ത്രീപക്ഷം എന്ന് വെച്ചാൽ എന്തായി? പുരുഷൻ്റെ മേലെ കുതിര കയറുക എന്നുള്ള ഒറ്റ അജണ്ട. അത് സെലിബ്രിറ്റി ഫീൽഡിലാണെങ്കിലും വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. കാരണം നമുക്കറിയാം, നമ്മൾ ഈ ഒരു റീസെൻ്റ്ലി അത് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത്. ഇപ്പം വെൻ യു ആർ ടോക്കിംഗ്, ഒരു സംവിധായക അല്ലേ, നമ്മുടെ ഗീതു മോഹൻദാസ്, ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ ഒരു കോൺട്രവേഴ്സിയിലാണ്. WCC എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വന്നു. അത് എന്തുകൊണ്ടാണ് ഇതുവരെയാണ് പറഞ്ഞത് WCC എന്താ ഒരു കോമഡിയായി മാറിപ്പോയത്? ബിക്കോസ് WCCയിലെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആ WCCയിലുള്ള സെലിബ്രിറ്റീസിന് അവിടെ ഒരു ഇരവാദം വന്നിട്ടുണ്ട്. ബിക്കോസ് ഐ ക്യാൻ പോയിന്റ് ഔട്ട് ദാറ്റ് ഒരേ ഒരു അവനെതിരെ മാത്രം അവർ വിരൽ ചൂണ്ടി, ബാക്കി അവർക്കൊപ്പം വേറെ ഒരു വിഷയങ്ങളിൽ അവരൊന്നും പറയുന്നില്ല. അതിൽ തന്നെ അവർക്കൊപ്പമുള്ള, അല്ലെങ്കിൽ ഇവിടെ അതാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയം. നമ്മുടെ ഇവിടെ പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ട് ഭയങ്കരമായിട്ട്. ആ ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ ധ്രുവീകരണം വന്നു കഴിഞ്ഞപ്പം ശരിക്കും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള വിഷയങ്ങളൊന്നും ആരും അഡ്രസ്സ് ചെയ്യത്തില്ല. ബിക്കോസ് എൻ്റെ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ എനിക്കൊപ്പമുള്ള ഒരാൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ, വി ഹാവ് ടു ഗിവ് പൊറുക്കൽ നീതി, അവിടെ മാപ്പ് കൊടുക്കാം. ഇനി നെക്സ്റ്റ് യു വോണ്ട് ഡു ദാറ്റ്. പക്ഷേ ഓപ്പോസിറ്റ് ആളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? വാളെടുക്കണം, നിലപാടിട്ട് കുലുക്കണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് അല്ലേ? അഞ്ചു തന്നെ ആലോചിച്ച് നോക്കൂ. എന്തായിരുന്നു നമ്മുടെ കസബ സിനിമയുടെ സമയത്തൊക്കെ? കസബ സിനിമ ഇറങ്ങിയ സമയത്ത് വിമൻ അല്ലെങ്കിൽ അവർ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു, സ്ത്രീകളെ ചെയ്യുന്നു. ഒരു സിനിമയിൽ അങ്ങനെയൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അല്ലാണ്ട് ചോദിക്കുന്നതാണ്, ഈ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ
അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ അങ്ങനത്തെ രീതി പ്യൂർലി എന്താണ് പ്യൂർലി ഇറ്റ്സ് എ ബിസിനസ് ആണ്, ആക്ടിംഗ് ആണ്, ഇറ്റ്സ് എ ബിസിനസ് ആൻഡ് എന്റർടൈൻമെന്റ്. അതിന്റെ പല അങ്ങനെ ഒബ്ജക്ടിഫൈ ചെയ്തതിന് ക്വസ്റ്റ്യൻ ചെയ്ത ആളെടുത്ത് വെച്ച ഒരു സിനിമയാണ് കേട്ടോ. അതിന്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടാവും, അഞ്ചു ബെറ്റർ സീൻ ഇരുന്നു. അന്ന് ആ ഒരു സ്ത്രീ, എനിക്ക് തോന്നുന്നു പാർവതി തിരുവോത്തിനെ കൊണ്ട് യു സെയ്റ്റ് എന്ന വേദിയിലിരുന്ന് പറഞ്ഞതായിരുന്നു ഈ ഗീതു മോഹൻദാസ്. ആൻഡ് വാട്ട് ഷി ഹാസ് ഡൺ. എന്നിട്ട് എന്ത് ചെയ്തു പുള്ളിക്കാരത്തി? ഇപ്പം ഇത് ഞാൻ അതാണ് പറഞ്ഞത്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയുള്ള നിലപാടുകൾ എന്തുകൊണ്ടാണ് എനിക്ക് സ്ത്രീപക്ഷം, കേരളത്തിലെ സ്ത്രീപക്ഷം എന്ന് പറയുമ്പോൾ ഇരട്ടത്തപ്പായിട്ട് തോന്നുന്നതും പുച്ഛവും തോന്നുന്നത് ഇതുകൊണ്ടാണ്. ഇതേ സമാന ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു വേടനൊക്കെ ഹീസ് എ ഗുഡ് റാപ്പർ, അത് സംഗീതം ഒക്കെ ആയിക്കോട്ടെ. പക്ഷെ വേടൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പം ഒന്നല്ല, ഒരു കൂട്ടം ആരോപണങ്ങൾ വന്നു കഴിഞ്ഞപ്പം വേടൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, സോ ഹി വോണ്ട് ഡൂ ദാറ്റ്. വേടൻ്റെത് പ്രശ്നമില്ല. ബട്ട് എനിക്ക് ഒരു പരിചയമില്ലാത്ത ദീപക്, ആരെന്ന് പോലും അറിയില്ല, ബട്ട് അയാൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടോക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, സൊസൈറ്റി എന്താ മിണ്ടാണ്ടിരിക്കുമോ? ഒരിക്കലും ഇല്ല. സൊസൈറ്റി എന്നല്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്താ? അപ്പം ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേ. ഇതെങ്ങനെയാണ് സ്ത്രീപക്ഷം ആവണേ? ഇതൊക്കെ സ്ത്രീപക്ഷമാണോ? ഇപ്പോൾ ഈ രജിഷ വിജയന്റെ കേസ് ആണെങ്കിലും ഇപ്പം അത് വളരെയധികം എന്താ പറയുക, ആൾക്കാരിലേക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും, അതായത് ഇപ്പം അവർ വർഷങ്ങൾക്ക് ഐറ്റം ഡാൻസിൻ്റെ അത് അവരുടെ ഒരു അഭിപ്രായമായിട്ട് പറയാം, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ അവർ പറഞ്ഞൊരു കാര്യമാണ്. അപ്പം വർഷങ്ങൾ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒപ്പീനിയൻസ് മാറാം അല്ലേ? ആ ഒരു വിഷയം ഇത്രയും രീതിയിലൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ രജിഷയുടെ ഒരു? ഈ രജിഷയുടെ വിഷയത്തിൽ അത്ര വലിയൊരു, പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നതെന്ന് അറിയോ? ആരെങ്കിലും ഒന്നിങ്ങനെ തുടങ്ങി വെച്ചിട്ട്, ബിക്കോസ് ഇതിങ്ങനെ നമ്മുടെ മുന്നിൽ സെറ്റായിട്ടുള്ള കുറേ എക്സാമ്പിൾസ് ഉണ്ടായിരിക്കാം. ആലോചിച്ച് നോക്കണം. അഞ്ജുവിന് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, ബിക്കോസ് ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് കണ്ട സിനിമയാണ് വാത്സല്യം. എനിക്കൊന്നും അവിടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു, ബിക്കോസ് കണ്ടു കരഞ്ഞു പോയി. പക്ഷേ പിന്നീട് ഒരു വിമൻ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നു. കസബയുടെയൊക്കെ സമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ രാഘവൻ നായർ എടുത്ത് വെച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുവാണ്. ആലോചിച്ച് നോക്കണം, എത്ര വർഷം മുമ്പ് ഇറങ്ങിയ സിനിമ മേലെടുത്ത് രാഘവൻ നായരെ എടുത്ത് വെച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട്, ബിക്കോസ് ആ ക്യാരക്ടറിനെ എടുത്ത് വെച്ചിട്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, എടുത്തു വെച്ചിട്ട് അങ്ങനെ കീറി മുറിക്കുവാണ്. ബിക്കോസ് അന്നേരം ആ ക്യാരക്ടർ മറ്റേ ശോഭ ചെയ്തതായിരുന്നു ശരി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. വൈ? ആ സമയം കഴിഞ്ഞു, അന്നത്തെ കാലഘട്ടമല്ല ഇത്. സെയിം ഇത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പത്മരാജൻ ഈ ഒരു, ഞാനിത് ഫേക്ക് ഫെമിനിസം എന്ന് പറഞ്ഞ അതേ ഇതായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പറയേണ്ടത്. ഇവിടെ നമ്മുടെ സൊസൈറ്റി കാണുന്ന ഒന്നാണ്, എന്ത് കാര്യം പറഞ്ഞാലും ജാതീയത, ഈ ജാതി കൊണ്ടിടുക. പണ്ടത്തെ സിനിമയിൽ ഞാനിത് കണ്ടു ഇതൊക്കെ, ബിക്കോസ് വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. ഈ സൊസൈറ്റിയിൽ ഇപ്പോൾ കണ്ടിരിക്കണം, കാരണം ഇതിനി മാറേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ ശക്തമായിട്ട് ഇതിനെതിരെ ക്വസ്റ്റ്യൻ ചെയ്യണം, അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതുപോലായിരുന്നു ഏതെങ്കിലും പഴയ സിനിമ, പത്മരാജൻ്റെ സിനിമകളൊക്കെ തിങ്കളാഴ്ച നല്ല ദിവസമൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം. ഇത് അജണ്ടയാണ് അഞ്ജു, ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മൾ സംസാരിക്കുന്നത്. ആടൊക്കെയോ അജണ്ട, ആടൊക്കെയോ വയറ്റിപ്പഴപ്പ്. നമ്മൾ പറയില്ലേ ഉദരനിമിത്തം ബഹുകൃത വേഷം. അപ്പോൾ കുറച്ച് പേര് ആക്ടിവിസ്റ്റുകളായിട്ട് വേഷമിടുന്നു, കുറച്ച് പേര് സ്ത്രീപക്ഷം. ബട്ട് ദേ ആർ ഗെറ്റിംഗ് ഫണ്ട്, ഏതൊക്കെയോ സോഴ്സസിൽ നിന്ന് ദേ ആർ ഗെറ്റിംഗ് ഫണ്ട്. സൊസൈറ്റിയിൽ എപ്പോഴും കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക, അല്ല നേരായിട്ട് സൊസൈറ്റി നന്നായിട്ട് പോകരുത്. ഈ ദീപകിൻ്റെ വിഷയം നോക്കൂ, ഇവിടെ പൊളിറ്റിക്സും അതൊന്നുമില്ല, അതെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നു. ഇവിടെ ആരും, ഞാനത് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഈവൻ ദറ്റ് ലേഡി, അവർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അതും കൂടെ സംസാരിക്കണം. പൊതുപ്രവർത്തകയായിരുന്നു അല്ലേ? ശരിക്കും പൊതുപ്രവർത്തക എന്ന് പറയുമ്പോൾ തന്നെയാണ് അവർ ചെയ്ത ക്രൈമിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബിക്കോസ് അവർ സൊസൈറ്റിക്ക് റോൾ മോഡൽ ആവേണ്ടതാണ് ഓരോ പൊതുപ്രവർത്തകയും. അവർ കാണിച്ച് ആലോചിച്ച് നോക്കൂ അല്ലേ? പക്ഷെ എന്നിട്ട് പോലും ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ പോലും അവരുടെ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരൊക്കെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാനിത് സംസാരിച്ചു വന്ന ഇരട്ടത്തപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെയിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഒരു ക്ലിയർ ആയിട്ടുള്ള ഇതുപോലും ഇൻഫർമേഷനോ ഒന്നുമില്ലാതെ ഒരു മെയിൽ പോലീസിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ, വീട്ടിൽ നമ്മുടെ ഹോട്ടലിൽ ചെന്നിട്ട് ഒരു MLA അറസ്റ്റ് ചെയ്യാനുള്ളൊരു തഞ്ചേടമുള്ള പോലീസിൻ്റെ മൂക്കിൻ്റെ തുമ്പിലൂടെ ഈ ഷിംചിത എന്ന് പറഞ്ഞ കൾപ്രിറ്റ് എസ്കേപ്പ് ടു ദുബായ്. ജസ്റ്റ് സി. അപ്പോൾ ഇവിടെ ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്? എന്ത് സിസ്റ്റമാണ് ഇവിടെ? പോലീസിന് ഒരു ഇമെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അന്വേഷിക്കാൻ പറ്റും. സ്ത്രീക്കൊപ്പം നിൽക്കുവാണ്, ഓക്കെ ഫൈൻ, ദാറ്റ് ഇസ് ഫൈൻ. എല്ലായിടത്തും അങ്ങനെ നിൽക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ്? ബിക്കോസ് അത് അടുത്ത പൊളിറ്റിക്കൽ പാർട്ടിയിലെ ലീഡർ ആയതുകൊണ്ട്. മെയിൽ എന്താണെന്ന് പോലും അറിയണ്ട, അതിൽ കൃത്യമായിട്ട് പോകുന്നു, അറസ്റ്റ് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. ഇതാണോ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും എടുക്കുന്നത്? അല്ല. അവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാളെ കൊന്നു തന്നെ ഞാൻ പറയും കേട്ടോ. ഇറ്റ്സ് നമ്മൾ പറയും അത് ആത്മഹത്യാ പ്രേരണയാണെങ്കിലും ആക്ച്വലി കൊലപാതകം എന്ന് തന്നെ പറയണം, അങ്ങനെ തന്നെ പറഞ്ഞു പോകണം. അങ്ങനെ ചെയ്തൊരു സ്ത്രീ പരാതി കിട്ടിയിട്ട് കൂടി അന്വേഷിക്കാതെ അവർ സൂപ്പറായിട്ട് പോയി രക്ഷപ്പെട്ടു. പോലീസിൻ്റെ മൂക്കിൽ എയർപോർട്ടിൽ കൂടെ എങ്ങനെയാണ് പോവുക? ഇപ്പോൾ പറയുന്നവർ പുറത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഊർജ്ജം എവിടെ? കേരള പോലീസിന് ആ മറ്റയാളെ പൊക്കാനുള്ള ആ ഊർജ്ജം എന്തുകൊണ്ട് നമ്മുടെ പോലീസിനോ സിസ്റ്റത്തിനോ? മറ്റൊരു കാര്യം എനിക്ക് സങ്കടം തോന്നി, ഏതെങ്കിലും സാംസ്കാരിക നായകർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് കേട്ടോ. ഉത്തരേന്ത്യയിലൊരു കാക്ക എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ്. ഞാൻ സീരിയസ്ലി പറയുവാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കണ്ട്, ബിക്കോസ് കുറേ നാൾ കൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇടപെടൽ നടത്തുന്ന ആളെന്നുള്ള രീതി പറയുവാണ്. കണ്ടിട്ടുണ്ട് സാംസ്കാരികമായ നായകർ ഉടനെ ഇറങ്ങും. ഇതിനെതിരെ എത്ര പേര് പ്രതികരിച്ചു?
പിന്നെ സിനിമാ മേഖലയിലുള്ള എത്ര വളരെ കുറച്ച് പേര് പ്രതികരിച്ചിട്ടുണ്ട്. കുറച്ച് പേര്, അത് ആശ്വാസം. ഷംന കാസിമൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് മിമിക്രി ആർട്ടിസ്റ്റ് അല്ലേ, ഹരീഷ്. അതൊക്കെ വളരെ നമുക്ക് സന്തോഷമാണ്. പക്ഷേ ബാക്കി എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി നിലപാട് ആൾക്കാർ, ഇത് പച്ചയായിട്ടുള്ളൊരു മനുഷ്യനെ നമ്മൾ ക്രൈമിലേക്ക്, അതായത് ആളെ കൊണ്ട് ഈ സൊസൈറ്റി തന്നെയാണ് അതിൻ്റെ കൾപ്രിറ്റർ എന്ന് പറയണം. അങ്ങനെ ചെയ്തിട്ട് ഇപ്പോഴും ഈ സ്ത്രീപക്ഷവാദികൾ പറയുന്ന അയാളെ ചെയ്തു എന്നാണ്. ആലോചിച്ച് നോക്കണം. ഉളുപ്പില്ല, അല്ലെങ്കിൽ ഉള്ളിലും എമ്പത്തി എന്നൊരു തരി പോലും എമ്പത്തി ഇല്ല. ടോക്കിംഗ് ലൈക്ക് ദാറ്റ് അല്ലേ, അങ്ങനെ ചെയ്തത് കൊണ്ടാണെന്ന്. അപ്പം ഇതാണ് നമ്മുടെ ഇരട്ടത്താപ്പ്. നമ്മൾ ചോദ്യം ചെയ്യേണ്ടതും സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടതും ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നടിയുമായി ബന്ധപ്പെട്ട കേസിലാണെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു വേർഡിക്റ്റ് അറിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞിരിക്കുന്ന മെജോറിറ്റി ആൾക്കാർക്കും ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. കാരണം നമ്മളാരും അത് കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും അല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ അത് നടന്നു എന്നുള്ളൊരു സംഭവം തീർച്ചയായും ഒരാൾ ചെയ്യിപ്പിച്ചു എന്ന് തന്നെയാണ്. പ്രധാനമായിട്ടും ഈ ഒരു നടൻ അങ്ങനെ ഒരു രീതിയിൽ പങ്കാളിയായിരിക്കാം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ടാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ആ വിഷയത്തിൽ തന്നെ അത് ഇപ്പോൾ പറയുമ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും അവർക്കൊപ്പമാണ് കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഞാനതാ പറഞ്ഞത്, സൊസൈറ്റി ഇപ്പം അവൾക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ അവനൊപ്പം നിൽക്കണം എന്ന് പറയുമ്പോഴും ഈ ഒരു വിഷയത്തിൽ നദിയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ തുടക്കം മുതൽ ശരിക്കും അവർക്ക് ജസ്റ്റിസ് വേണം തന്നെയാണ്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും പ്രമാദമായിട്ടുള്ള കേസാണ്. എന്തായാലും ആ ഓപ്പോസിറ്റുള്ള ആൾ രാമൻപിള്ള പോലൊരു പ്രമാദമായിട്ടുള്ള വക്കീലിനൊക്കെ തേടിപ്പോയപ്പം ഇവിടെ എന്താ ഇവരുടെ കയ്യിൽ കാശില്ലായിരുന്നു? ഏറ്റവും എനിക്ക് അയാളെ ഏത് രീതിയിലും ഒക്കെ എനിക്ക് ഓപ്പോസിറ്റ്, ഇപ്പം ഞാനാണ് ഇൻസ്റ്റൻസ്, എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഓക്കെ, ഐ ആം ഓൾസോ ഹാവിങ് ഫിനാൻഷ്യലി സെറ്റപ്പ് എനിക്കുണ്ട്. ആൻഡ് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കണം അഞ്ജുവിനും ഫിനാൻഷ്യലി അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നല്ല സെറ്റപ്പ് ഉണ്ട്. സോ എനിക്ക് ഓഫ് കോഴ്സ് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അഞ്ജു പോവുക കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അഡ്വക്കേറ്റിൻ്റെ അടുത്തായിരിക്കും. എന്താണ്, അഞ്ജുവിനെ ഊരിയെടുക്കണം. എനിക്ക് നീതി വേണമെങ്കിൽ ഇറങ്ങേണ്ട ഞാനാണ്, അല്ല കണ്ട സ്ത്രീപക്ഷവാദികളോ മറ്റൊരോ അല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇഫ് ഐ എം ഹാവിങ് മണി, എൻ്റെ കയ്യിൽ കാശുണ്ട്, ആളുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ അയാൾ പോണതിനേക്കാളും വിദഗ്ധൻ അല്ലെങ്കിൽ ഏറ്റവും ഏബിൾ ആയിട്ടുള്ള അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഞാൻ പോകണം. പക്ഷേ ഇപ്പം നോക്കൂ, ആ നമ്മുടെ നടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്വക്കേറ്റിൻ്റെ ഒരു കുറേ സംസാരവും ഒക്കെ നമ്മൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഇങ്ങനൊരു അഡ്വക്കേറ്റ് വാദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇത് കൊടുക്കണമെങ്കിൽ ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. ഇതിനപ്പുറം നമ്മൾ എന്തെങ്കിലും മാറ്റി. അപ്പോൾ അതിൽ ഇതാ പറയുന്നത്, അവർക്ക് കുറേ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ഇനിയും സമയമുണ്ടല്ലോ, പോട്ടെ. അതെ, അതേപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ, ഈ രണ്ടു പേരിലും ചുറ്റിപ്പറ്റി നടക്കുന്ന സംസാരങ്ങളാണെങ്കിലും അതിനെപ്പറ്റി എന്താണ് മാമിൻ്റെ ഒരു അഭിപ്രായം? ഞാനത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഞാൻ ഒരിക്കലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരിക്കലും അയാൾ ചെയ്തത് നല്ലതാണെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. ബിക്കോസ് MLA ആണ്, മറ്റൊരാളെ പോലല്ല അല്ലേ, മറ്റൊരു കൾപ്രിറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മളൊരു സീരിയൽ അങ്ങനെ വേണ്ട, കാസനോവ. ഐ വുഡ് ലൈക്ക് ടു കോൾ ഹിം എസ് എ കാസനോവ. അപ്പോൾ ഒരു കാസനോവ പോലെ ഒരു സ്വഭാവം കാണിച്ചിട്ട് നടക്കുന്നത് നോർമലി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ ഫൈൻ. ഇതങ്ങനെയാണോ? പൊളിറ്റിക്കലി ഉയർന്നു വന്ന സ്വന്തം പാർട്ടിയോടെങ്കിലും കുറച്ച് കൂറ് കാണിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കാരണം സ്വന്തം പാർട്ടിയിൽ ഇങ്ങനെ നിന്ന് ഉയർന്നു വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ സ്വന്തം പാർട്ടിയോട് കുറച്ച് കൂറ് വേണമായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ ഓർക്കണമായിരുന്നു, ബിക്കോസ് ഞാനൊരു പൊളിറ്റിക്കൽ ലീഡറാണ്, എന്തായാലും എനിക്ക് ശത്രുക്കളുണ്ടാവും. അപ്പോൾ കാണുന്ന എല്ലാവർക്കും ഇൻബോക്സ്, കാരണം ഈ രാഹുലിൻ്റെ പ്രശ്നം വന്നിട്ടുള്ള കുറേ ഡിജിറ്റൽ തെളിവുകളുണ്ടല്ലേ, കാരണം ചാറ്റ് ചെയ്തതിൻ്റെയും മറ്റായിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് ഡിജിറ്റൽ തെളിവുകളുണ്ട്. അപ്പം ചിന്തിക്കണം, എന്നും എനിക്കൊരു പ്ലേ ബോയ്, നമ്മൾ വോട്ട് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ പാലക്കാടുള്ള മനുഷ്യർ വോട്ട് ചെയ്ത് കൊടുത്തത് പ്ലേ ബോയ് ആയിട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണോ? നോ, പുള്ളിക്ക് പുള്ളിയുടേതായ റോൾ ഉണ്ടായിരുന്നു. അതെ, അവിടെയാണ് അത് ഒന്നാമത്തെ തെറ്റ്. അത് കഴിഞ്ഞിട്ട് കാണുന്നവർക്കൊക്കെ മെസ്സേജ് അയച്ച് റിലേഷൻഷിപ്പ് ആൻഡ് സെയിം പാറ്റേൺ, അല്ലെങ്കിൽ പണ്ട് ഏതോ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തിട്ട് ഒരേ പേർക്ക് ഇതെല്ലാവർക്കും എന്താ ഇങ്ങനെ എല്ലാവരുടെയും പരാതി വന്നേക്കണമെന്ന് വെച്ചാൽ കൊച്ചു വേണം എന്നാണ്. ഇയാളിത് എന്താ ഇത്? ഞാനിങ്ങനെ ആലോചിച്ചു, ഇങ്ങനെയൊക്കെ ഒരു ലീഡറോ, ഇതിനൊക്കെ അധികമൊക്കെ സമയമുണ്ടോ? ബാക്കി കാര്യങ്ങൾക്കില്ലേ, കൊച്ചിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പൊളിറ്റിക്കൽ ലീഡർ, ആ രീതിയിലുള്ള സത്യം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നേ. പക്ഷെ അവിടെ നോക്കുമ്പോഴും നമ്മൾ സംസാരിക്കേണ്ട, ഇനിയിപ്പം വിഷയം മാറിപ്പോണ്ട. ബിക്കോസ് ആൾക്കാർ, എനിക്കറിയാം നമ്മുടെ മീഡിയാസിൻ്റെ അല്ലെങ്കിൽ മീഡിയാസ് എന്നല്ല, നമ്മുടെ സൊസൈറ്റിയിലുള്ള പ്രശ്നം ഇത് സംസാരിച്ച് കഴിയുമ്പം വെളുപ്പിക്കാൻ വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രീതിയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പം നമ്മുടെ വിഷയത്തിൽ നിന്ന് പോകും. വെളുപ്പിക്കലല്ല, പക്ഷെ ഞാൻ അവിടെയും ചോദിക്കുന്നുണ്ട്, അയാൾ ശരിയാണ്, അയാൾ ഭയങ്കര ഒരു വിമനൈസറാണ്, പെണ്ണുങ്ങളുടെ പൊന്നാലെ പോയി. പക്ഷെ ഇതിൽ ട്രാപ്ഡായിട്ട് പോയിട്ടുള്ള കുറേ വന്നിട്ടുള്ള പരാതികളെന്നൊക്കെ പറയുമ്പോൾ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇത് ടൈപ്ഡായിട്ട് ഇങ്ങനെ വന്നിട്ട് 2, 3 അല്ലെങ്കിൽ 1, 2 മാസമൊക്കെ പോയി കഴിഞ്ഞിട്ട് കൂടെ കിടന്നും ഒക്കെ കഴിഞ്ഞിട്ടാണ് പീഡനമാണെന്ന് ഇതുള്ള തിരിച്ചറിവ് വരുന്നത്. അതെന്താ അങ്ങനെ? ഞാനിപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമായിക്കോട്ടെ, മറ്റേ വേടൻ്റെ വിഷയം ആയിക്കോട്ടെ, ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു സെക്സ് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്കിവിടെ പറയാം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. എന്തേ വാഗ്ദാനം കൊടുക്കണ ഉടനെ
സ്ത്രീക്ക് സ്ത്രീയുടേതായ കുറേ ഇതുണ്ട്. നമുക്ക് നമ്മുടെ അറിയാം. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പുരുഷന് ഈ എത്രയൊക്കെ സമത്വം ഉണ്ടെന്ന് പറഞ്ഞാലും മഞ്ജു, തുല്യത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏത് പ്രണയമാണെങ്കിലും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ വയറ്റിൻ്റെ അകത്ത് കൊച്ചുണ്ടാവിയിട്ട് കുഞ്ഞിനെയും കൊണ്ട് നടക്കേണ്ടി വരുന്നത് പുരുഷനല്ല, സ്ത്രീ തന്നെയാണ്. ഇല്ലേ? നമുക്ക് ചുറ്റും ഒരു ബൗണ്ടറി. ശരിയാണ്, ഇവിടെ എല്ലാത്തിനും എന്താ ലിബറൽ വേണം, സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ്, ഇതൊക്കെ പാടി നടക്കാം. പക്ഷെ പണി കിട്ടിക്കഴിയുമ്പോഴും ഇത് പറയണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് ഞാനിത് പറയാനുള്ള കാര്യം, ഞാനൊരു അമ്മയാണ്, ടീച്ചറാണ്. ഒരുപാട് പേർക്ക് നമ്മൾ മോട്ടിവേഷണൽ ക്ലാസ്സും ഒക്കെ നടത്തണതാണ്. എനിക്കൊരിക്കലും കുട്ടികളോട് പറയാൻ പറ്റില്ല, ഓക്കെ നിങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെ ഇഷ്ടം പോലെ പോവോ, എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്, ആരും നിങ്ങളുടെ നാളെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ക്വസ്റ്റ്യൻ എന്നല്ല, അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പറഞ്ഞു വിടുന്നവർ കാണത്തില്ല. അല്ലെങ്കിൽ സൊസൈറ്റി ഇങ്ങനെ ക്ലാപ്പ് ചെയ്ത് കൊടുക്കും, ഓക്കെ സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ്, യു ക്യാൻ ഡു വാട്ട് എവർ യു ക്യാൻ. പണി വന്നു കഴിഞ്ഞാൽ മേടിക്കാനുള്ളൊരു തഞ്ചടം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ലൈക്ക് ദാറ്റ്. ഇത് ഉഭയകക്ഷി അതായത് കൺസെപ്ച്വൽ സെക്സ്. ഇത് ഞാൻ ഈ കൺസെപ്ച്വൽ സെക്സിൻ്റെ കാര്യം പറയാനുള്ള കാര്യം, വാളയാറിൽ 2 കുഞ്ഞുങ്ങൾ തൂങ്ങി മരിച്ചു. അന്ന് ഇത് 13-11 വയസ്സങ്ങടെ ഉള്ളൂ. ആ 13 വയസ്സുള്ള കുഞ്ഞ് പോയിട്ട് കൺസെപ്ച്വൽ സെക്സ് എന്ന് എഴുതി വെക്കാൻ ധൈര്യമുണ്ടായ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. ആ പോലീസ് ഓഫീസർ നമ്മളിതൊക്കെ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട്. ആ പോലീസ് ഓഫീസറിന് കേരളം എങ്ങനെ എന്തെങ്കിലും ശിക്ഷ കൊടുത്തിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടുണ്ടോ? ബിക്കോസ് മീഡിയ പേഴ്സൺസ് ഓൾസോ നിങ്ങൾ അന്വേഷിക്കണം. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അയാൾ എവിടെയാണ്? അയാൾക്ക് പട്ടും വളയും കൊടുത്തിട്ടുള്ള സിസ്റ്റമാണ് ഇവിടെ. ആണോ? അത് കൺസെപ്ച്വൽ സെക്സ് ആണല്ലേ? 13 വയസ്സുള്ള കുഞ്ഞ്, എട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞിന് അങ്ങനെ ഉഭയകക്ഷി പ്രകാരം ബന്ധപ്പെടാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ നോക്കൂ, 25-30 വയസ്സൊക്കെ ഉള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ 25-26 ഭർത്താവുള്ള സ്ത്രീകൾക്ക്, രാഹുൽ മാങ്കൂട്ടായിക്കോട്ടെ, അങ്ങനെയുള്ള ആൾക്കാരൊന്ന് വീഴ്ച കഴിഞ്ഞാൽ കോഴിയാണെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് തികിച്ചിട്ട് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് കൂട്ടിലേക്ക് എന്തായാലും കോഴിയാണ് അറിയാം, പക്ഷെ പോയി അങ്ങോട്ട് ചെന്നിട്ട് അത് ഒരു പ്രാവശ്യമൊന്നും അല്ലെന്നേ. പിന്നെ എനിക്ക് അത്ഭുതം തോന്നിയില്ല, 3ാമത്തെ കേസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് എന്താ കണ്ടത്, ആരാണെന്നൊന്നും നമുക്കറിയില്ല, അവർ ആരാണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ അതിൽ പരാതി വന്നിട്ടുണ്ട്. പിന്നെ അത് ചാറ്റ് വീണ്ടും വന്നു കഴിഞ്ഞപ്പം റേപ്പ് ചെയ്ത ആൾക്ക് വീണ്ടും എനിക്കറിയില്ല, ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ റേപ്പ് എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ അതാണ് വീണ്ടും പറയണത്. റേപ്പ് അത് വല്ലാത്തൊരിതാണ്. ആ ഒരു സിറ്റുവേഷൻ കടന്നു പോയിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ നോവും പരപ്പും അറിയൂ. അങ്ങനെയുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. വിതുരയിലൊക്കെ ഉള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ത്രീ ഉണ്ട്. അവരൊക്കെ കരയും. കാരണം കരയണം കരഞ്ഞ് കണ്ണുനീര് ഇല്ലാതായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെയായിരുന്നു ശരിക്കുമായിട്ടുള്ള ഇത്. നമുക്ക് ഓടുന്ന ട്രെയിനിൽ ഗോവിന്ദച്ചാമി അല്ലേ ഉപദ്രവിച്ചു. അപ്പം ഇങ്ങനെ ഒന്നും വേണ്ട, നമുക്കറിയാം ജിഷയെ അതൊക്കെയാണ് ബ്രൂട്ടലായിട്ടുള്ള റേപ്പ്. ഒരു പ്രാവശ്യം 4, 5, 6 പ്രാവശ്യമൊക്കെ ഇങ്ങനെ പോവുകയാണ്, സമ്മാനം കൊടുക്കുവാണ് അങ്ങോട്ടൊരു. അതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് മൈ ഡിയർ. ഇറ്റ്സ് നോട്ട് റേപ്പ്, അതൊന്നുമല്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കേസ് കൂട്ടായി കഴിയുമ്പം അത്തരം കേസുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. നേരെ മറിച്ചല്ല അവിടെ വീണ്ടും ഞാൻ വൺസ് അഗൈൻ ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് വണ്ടിപ്പെരിയാർ. ബിക്കോസ് നമ്മളറിയാം, ഒരു കപ്പ് വരെ PR വർക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്, ഓക്കെ ഫൈൻ. അതിജീവിതമാർക്ക് നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടും കൊടുത്തോളൂ, ഇറ്റ്സ് ഗുഡ്, നല്ലൊരു മെസ്സേജാണ്. ഞാൻ സിസ്റ്റം തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ബട്ട് ഇസ് ദി സിസ്റ്റം, ഈ സിസ്റ്റം വണ്ടിപ്പെരിയാർ കുഞ്ഞിനൊപ്പം നിന്നോ? ആരെങ്കിലും ചോദിച്ചോ? ആ കുട്ടീനെ കൊന്നിട്ട് FIR എല്ലാം ഭയങ്കര ഈസി ഗോയിങ്, കേസ് പോയി കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ചാടിപ്പോകാമെന്ന് പറ്റിയിട്ട് ചാടിപ്പോയത് ആളാണ് ആ പയ്യൻ. ആ പയ്യനെ വിളിച്ചിരുത്തി ഒരു മീഡിയ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആലോചിച്ച് നോക്ക്, ജസ്റ്റ് ലൈക്ക് എ ഹീറോ ട്രീറ്റിങ് ഹിം ആൻഡ് ഇൻ്റർവ്യൂവിൽ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിനെതിരെ ഏതെങ്കിലും മനുഷ്യരോ എന്താണ് ഇപ്പോൾ വണ്ടിപ്പെരിയാറിലെ കുഞ്ഞിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ കുട്ടിക്ക് നീതി വേണമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടോ? ആ കുട്ടിക്ക് വേണ്ടി ആരെങ്കിലും ഏതെങ്കിലും ഒരു ലീഡർ ഒരു കപ്പ് എടുത്തു വെച്ചിട്ട് ഇത് സിംബോളിക്കായിട്ട് നിന്നോ? അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. 2 ഡബിളല്ല 4 ചങ്കുള്ള CM നമുക്കുള്ളതാണ്. ബട്ട് ദിസ് ഇസ് ജസ്റ്റ് ഷോ ഓഫ്. എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇന്നൊരു വിഷയം നടന്നു കഴിഞ്ഞാൽ നാളെ വേറൊരു വിഷയം വരുമ്പം കേരളം അതിനോടൊപ്പം പോവുകയാണ്. ഇപ്പം കുറച്ച് ദിവസം മുന്നേ സംഭവിച്ചതാണ്, ഒരു 14 വയസ്സുകാരിയെ ഒരു 16 വയസ്സുകാരൻ കൊല്ലുന്ന ഒരു സാഹചര്യം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് എവിടെയായിട്ടാണ് തോന്നുന്നത്? ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയൻ്റെ യൂസ് കൊണ്ടാണോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ശ്രദ്ധ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണോ ഒരു 16 വയസ്സുകാരന് 14 വയസ്സുകാരിയെ കൊല്ലാനുള്ളൊരു പ്രേരണ എന്തുകൊണ്ടായിരിക്കാം? അഞ്ചു ആലോചിച്ച് നോക്കൂ. ശരിയാണ്, നമ്മുടെ ജനറേഷൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ 14 എന്ന് പറഞ്ഞപ്പോഴാണ്, ഞാൻ ടീച്ചർ ആയതുകൊണ്ട് എനിക്കറിയാൻ പറ്റും. ബിക്കോസ് ഇതൊരു ആൽഫ ജെൻ ആണ് അല്ലേ. അല്ലെങ്കിൽ നമുക്കറിയാം ജനറേഷൻ Z, അതായത് പറഞ്ഞ ജെൻസി എന്ന് പറയുന്ന ആള്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ 1890 കിഡ്സ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് വി നോ എവിടേക്കാണ് ഒരു ലൈൻ വരയ്ക്കേണ്ടതെന്നുള്ള ബൗണ്ടറി അറിയാമായിരുന്നു. അന്ന് നമുക്ക് ചുറ്റും ആയിക്കോട്ടെ, സിസ്റ്റം ആയിക്കോട്ടെ, ഇന്നിപ്പോൾ പറയും എല്ലാത്തിനും ഫ്രീഡം ഉണ്ടെന്ന്. ബട്ട് എന്താണ് ഫ്രീഡം എന്ന് പോലും നമുക്കിപ്പം കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്ത് ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നിയ പോലെ നടക്കുക, അല്ലെങ്കിൽ 10-12 വയസ്സുള്ളപ്പോൾ തന്നെ ഐ ആം ഹാവിങ് ഒരു ക്രഷ് എനിക്കുണ്ട്, ക്രഷ് ഇല്ലാത്ത എനിക്ക് എന്തോ പ്രശ്നമാണ്, അയാളുടെ കൂടെ പോവുക, അതല്ല ഫ്രീഡം. ഈ ഫ്രീഡം അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം മാനിപ്പുലേറ്റഡ് ആക്കി കളഞ്ഞു. നമ്മുടെ സിസ്റ്റം ഇപ്പം ഭയങ്കര റോട്ടനാണ്.
ഭയങ്കര വിഷമമുണ്ട്. കാരണം ഞാൻ സ്കൂൾസിൽ പോവും, നമ്മൾ എന്താ പറയുക മോട്ടിവേഷണൽ ക്ലാസ് എടുക്കാൻ വേണ്ടി സെമിനാർസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോവും. സെമിനാർസൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾസിൽ പോകുമ്പോൾ കണ്ടിട്ടുള്ള വിഷയം 14, 15 ഒക്കെ വയസ്സുള്ള കുട്ടികളുണ്ട്. എത്രയോ കുട്ടികൾ ലഹരിക്ക് അഡിക്റ്റാണ്. അപ്പോൾ ഈ ലഹരി എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ വർഷം 2025 അഞ്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ന്യൂ ഇയർ പിറക്കണ തന്നെ ഒരു 15 വയസ്സുള്ള പയ്യനെ ഒരു 10ാം ക്ലാസ്സുകാരൻ ഒരു 30 വയസ്സുകാരൻ്റെ നെഞ്ചത്ത് കുത്തി ഇറക്കി തൃശ്ശൂർ. അങ്ങനെയാണ് നമ്മുടെ ന്യൂ ഇയറിൻ്റെ ഇത് തന്നെ അല്ലേ, എന്തോ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിച്ചതാണ്. പിന്നെ നമ്മൾ ചെയിൻ ഓഫ് ഇൻസിഡൻസ് കാണുമായിരുന്നു. സ്കൂൾ ബസ്സിൻ്റെ അകത്ത് കത്തി കൊടുത്ത് ഒന്നും വേണ്ട, നമ്മൾ ഷഹർ ബനാക്കുട്ടി ആരെങ്കിലും ഓർക്കുന്നുണ്ട്? ഇപ്പം 5 പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. നമുക്ക് ഓരോ ഇൻസിഡൻസ് കിട്ടുമ്പോൾ ഒരാഴ്ച മാത്രമാണ്. ഞാനതാ പറഞ്ഞത്, ദീപക്കിൻ്റെ ഞാൻ വലുതായിട്ടൊന്നും വിശ്വസിക്കുന്നില്ല. ദീപക് എന്ന് പറഞ്ഞാൽ 2-3 ദിവസം നമുക്ക് സംസാരിക്കാനുള്ള ടോപ്പിക്കിനപ്പുറം മറ്റൊന്നുമല്ല. ഷഹർ ആ കുട്ടിയെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? ഒരു കൂട്ടം ആൾക്കാർ പിള്ളേർ വന്നിട്ട് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നിട്ട് അല്ല നമ്മളറിയാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ലഹരിയെക്കുറിച്ചിട്ടൊക്കെ ഉള്ള എന്തെങ്കിലും അവയർനെസ് ഇവിടുത്തെ സിസ്റ്റം പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഒരു അവയർനെസ്സും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെയാണ് 14 വയസ്സുള്ള കുഞ്ഞ്, ആ മോള്. അപ്പോൾ വീട്ടുകാരെ റെസ്ട്രിക്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ കുട്ടി കാണുന്നത് എന്താണ്? കുട്ടി സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് ഇപ്പോൾ കുട്ടികൾക്കെല്ലാം മൊബൈൽ ഫോൺസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. മൊബൈൽ ഫോണിൽ ഇൻസ്റ്റ ID നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒളിച്ചോടി പോകുന്ന കുട്ടികളൊക്കെ ഇൻസ്റ്റ ലവേഴ്സിൻ്റെ കൂടെയൊക്കെയാണ് പോണത് അല്ലേ, എന്താണ് ഒന്നും അറിയത്തില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിനിമ മൂവീസ് ആയിക്കോട്ടെ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട് കറിഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പം സേതുമാധവൻ കഷ്ടപ്പെടുന്നതാണ്. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരിക, എന്നും ഒരു കൊലപാതകയാണ്, നിനക്ക് കുടുംബം നഷ്ടമാവും. കിരീടം സിനിമ, ഇങ്ങനത്തെ സിനിമ കണ്ട് കരഞ്ഞ് നമ്മളൊക്കെ അത് കാണുന്ന ഒരു യുവാവ് അല്ല അന്നത്തെ ബാല്യം ഒരിക്കലും കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ വെബ് സീരീസിൽ എന്താ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈക്കിക് കിക്ക്, ബ്ലഡ് കണ്ടാൽ മാത്രം സൈക്കിക് കിക്ക് കിട്ടുന്ന രീതിയിലായി മാറിയിട്ടുണ്ട്. കണ്ടിട്ടില്ലേ കുട്ടികൾ? സോ ഇതൊരു ഞാനതാ പറഞ്ഞൊരു പ്രോസസ്സാണ്. ഇത് എന്നോ നമ്മൾ നിർത്തേണ്ടതായിരുന്നു. ഇപ്പോഴത്തെ ഇനി നമ്മൾ എന്താ പറയുക മൂട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പറയും ഒരു ചെടിയാണെങ്കിൽ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് കാര്യമില്ലാന്ന്. സൊസൈറ്റി കൺട്രോൾ നമ്മുടെ ഒരു വേറൊരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ സൊസൈറ്റി ഇപ്പോൾ വ്യവസ്ഥിത ഒരു റോട്ടൺ സ്റ്റേറ്റിലായി കഴിഞ്ഞു. അതിൽ നിന്ന് അതാണ് വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. ഈ ദീപക്കിൻ്റെ വന്നപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ദീപക്കിൻ്റെ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിംജിതയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി വൈറലാവണമെങ്കിൽ ഇങ്ങനെ ഒരാളെ, അവിടെ ഒരു എമ്പതി എന്നൊരു കാര്യം ആ സ്ത്രീക്കില്ല. അവർക്ക് സ്വകാര്യത നമ്മളിപ്പോൾ പറയുന്നുണ്ട്. ഇപ്പോൾ പലരും മീഡിയാസിൽ ഞാൻ കണ്ടു ഷിംജിതയുടെ മുഖമൊക്കെ ബ്ലർ ചെയ്യുകയാണ്, പേര് പറയാൻ പേടി. എന്തിന്? അവർക്ക് ആ വീഡിയോ എടുത്തപ്പോൾ, ആ വീഡിയോ എടുത്തിട്ട് സ്വന്തം പേജിൽ പ്രൊഫൈലിൽ ഇട്ടപ്പോൾ പേടിയില്ല അല്ല, എന്തെങ്കിലും പേടി ഉണ്ടായിരുന്നോ? അയാളെ കൊത്തി വലിച്ച് കിടക്കാൻ നേരക്കും അവരുടെ ID തന്നെ, ബിക്കോസ് ഷീ നീഡ്സ് ഓൺലി റീച്ച്. ഇത് തന്നെയാണ് നമ്മുടെ സൊസൈറ്റി, റീച്ചിന് വേണ്ടിയിട്ടുള്ള എമ്പതി ഇല്ലാത്തൊരു സൊസൈറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ കോൺസിക്വൻസ് ഇതിപ്പോൾ ഈ ഒരു ദീപക്ക് ഇതിപ്പോൾ അവസാനത്തെ വാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഇനിയും ഉണ്ടാവും. പക്ഷേ ലോസ് ഷുഡ് ബി സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൈബർ ലോസ് വേണം. നമ്മൾ മാറണം, നമ്മൾ ഇത്തരം ഇതിനെതിരെ ശക്തമായിട്ട് സംസാരിക്കണം. ഇത്രയും നേരം നമ്മളോടൊപ്പം ഈ വക കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് നമുക്കൊരു അഭിപ്രായം പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്.